പഠിച്ചവനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. എന്തായാലും പഠിച്ചവനെ കൈവിടും കേട്ടോ. വയ്യാലേക്ക് മാറിയിട്ടേ നമുക്ക് പോവട്ടെ എവിടെയെങ്കിലും. നമുക്ക് ഇപ്പച്ചിന് ഞാൻ സ്കൂളിൽ ജയിച്ചിട്ട് എല്ലാവരും മേടിച്ചതോ എന്താണ് ഇപ്പച്ചി? ഇപ്പച്ചിന്റെ വയ്യാലേക്ക് മാറിച്ച് മേടിച്ചാൽ മതി. യാതൊരു മാർഗമില്ല. ഞങ്ങൾ വാടക വീട്ടില് നബിനെ മുൻനിർത്തിയിട്ട് എന്റെ കുട്ടിനെ സഹായിക്കണം. കേൾക്കുന്ന ആരായാലും എന്റെ കുട്ടിനെ സഹായിച്ചു തരണം. എന്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ മോൻ എനിക്ക് വേണോ? നമ്മളൊക്കെ ശ്വസിക്കുന്ന ശ്വാസത്തിന്റെ വില എന്താണ് എന്നറിയണമെങ്കിൽ ഇതാ ഈ മനുഷ്യനിലേക്ക് നോക്കണം. 1.5 വർഷമായിട്ട് ഈ ഓക്സിജൻ മാസ്കും വെച്ചിട്ട് ഇതൊന്നും എടുത്തു മാറ്റാൻ പോലും കഴിയാതെ ഈ കട്ടിലുമേൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഹാർട്ടും ലങ്സും മാറ്റിവെക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുക. ഏകദേശം 70 ലക്ഷം രൂപ വേണമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആയിട്ട് ഭക്ഷണത്തിന് 2000 രൂപ ഫൈസൽ തങ്ങളാണ് തന്നത്. അല്ലേ ഫൈസൽ തങ്ങളാ കൊടുത്തേ. എന്നിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഓക്സിജൻ ഉള്ള ഒരു ആംബുലൻസ് വേണം. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അവരുടെ കയ്യിൽ വീട്ടിലേക്ക് പോവാൻ ആംബുലൻസിന് പൈസ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ക്രെഡിറ്റ് നിർത്തി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ കയറിയിട്ട് ഇവിടെ തിരിക്കുക. നിങ്ങളല്ലാതെ ഒരാളും ഈ കുടുംബത്തെ സഹായിക്കാനില്ല എന്നുള്ളതാ. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഇത്രയും ബുദ്ധിമുട്ട്, ഇത്രയും പ്രാരാബ്ദം സഹിക്കുന്ന ഒരു കുടുംബം വേറില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട അൽസീഫ് എന്ന് പറയുന്ന ഈ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ഈ സഹോദരന് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ. ഇവരുടെ സഹായം കൊണ്ടാണ് ഇതുവരെ ഈ കുടുംബം മുന്നോട്ട് പോയത്. പക്ഷേ 70 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. സുഹറ എന്ന അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ബഹുമാന്യരെ, ഞാൻ ഫൈസൽ ബാഫക്കി തങ്ങൾ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. 33 വയസ്സായ അൽസീഫ് എന്ന ചെറുപ്പക്കാരൻ, അവൻ്റെ ലെൻസിനും ഹാർട്ടിനും അസുഖം ബാധിച്ച് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. നമസ്കാരം, ഞാൻ ജയപ്രകാശാണ്. ഈ വാർഡിൻ്റെ മുൻ കൗൺസിലർ കൂടിയായിരുന്നു. നമ്മുടെ പൊന്നാനി നഗരസഭയിലെ ഈ 4-ാം വാർഡിൽ ചാണയുടെ പ്രദേശത്ത് വാടക വീട്ടിലാണ് ഈ കുടുംബം താമസിച്ചു വരുന്നത്. അൽസൈഫ് എന്ന പേരുള്ള 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഭാര്യയും ഈ കുടുംബത്തിന് വേണ്ടി ഈ ചെറുപ്പക്കാരന് വേണ്ടി സഹായിക്കണമെന്ന ഒരു അഭ്യർത്ഥനയുമായി വന്നിട്ടുള്ളത്.